സംസ്ഥാനത്തെ 10ാം ക്ലാസ്സിലെ 4.3 ലക്ഷം കുട്ടികൾക്ക് റോബോട്ടിക്സ് പഠിക്കാൻ അവസരം. രാജ്യത്താദ്യമായാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക്സ് സിലബസിന്റെ ഭാഗമാകുന്നത്. റോബോട്ടിക്സ് പഠിക്കാനും അതിൽ പ്രായോഗിക പരീക്ഷണങ്ങൾ നടത്താനും പുതിയ അധ്യയന വർഷം അവസരം ലഭിക്കും. സർക്യൂട്ട് നിർമ്മാണം, സെൻസറുകളുടെയും ആക്യുവേറ്ററുകളുടെയും ഉപയോഗം, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വഴി ഇലക്ട്രോണിക് ഉപകരണങ്ങളെ നിയന്ത്രിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ റോബോട്ടിക്സിന്റെ പുതിയ ആശയങ്ങളും ആശയ മാതൃകകളും കണ്ടെത്താൻ കുട്ടികൾക്ക് അവസരം ലഭിക്കും. കഴിഞ്ഞ അക്കാദമിക വർഷം രാജ്യത്താദ്യമായി 7ാം ക്ലാസ്സിൽ മുഴുവൻ കുട്ടികൾക്കും നിർമ്മിത ബുദ്ധി പഠിക്കാൻ ICT പാഠപുസ്തകത്തിൽ അവസരം നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയായി ഈ വർഷം പുതിയ 8, 9, 10 ക്ലാസ്സിലെ ICT പാഠപുസ്തകങ്ങളിലും AI പഠനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾക്കായി കഴിഞ്ഞ വർഷം നടത്തിയ റോബോട്ടിക്സ് പാഠ്യപദ്ധതിയുടെ അനുഭവം കൂടി ഉൾക്കൊണ്ടാണ് പുതിയ പാഠപുസ്തകത്തിലൂടെ 10ാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും ഈ വർഷം റോബോട്ടിക്സ് പഠനത്തിന് അവസരം ലഭിക്കുന്നത്. സംസ്ഥാനത്തെ ഹൈസ്കൂളുകളിൽ ഇതിനായി കൈറ്റ് വഴി 29,000 റോബോട്ടിക് കിറ്റുകളുടെ വിതരണം പൂർത്തിയാക്കിയതായി മന്ത്രി V. ശിവൻകുട്ടി പ്രഖ്യാപിച്ചിരുന്നു. സ്കൂളുകൾക്ക് നൽകിയ റോബോട്ടിക് കിറ്റിലെ ആർഡിനോ ബ്രെഡ് ബോർഡ്, IR സെൻസർ തുടങ്ങിയവ പ്രയോജനപ്പെടുത്തി കൈയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രവൃത്തിയുടെ ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസർ എന്ന ഉപകരണം തയ്യാറാക്കലാണ് പാഠപുസ്തകത്തിലെ കുട്ടികൾക്കുള്ള ആദ്യ പ്രവർത്തനം. തുടർന്ന് AI ഉപയോഗിച്ചുള്ള ഹോം ഓട്ടോമേഷൻ സംവിധാനത്തിലൂടെ മുഖം തിരിച്ചറിഞ്ഞ് സ്വയം തുറക്കുന്ന സ്മാർട്ട് വാതിലുകളും കുട്ടികൾ തയ്യാറാക്കുന്നു. ICT പാഠപുസ്തകം മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ മാധ്യമങ്ങളിലായി എല്ലാ കുട്ടികൾക്കും ലഭ്യമാക്കും. 10ാം ക്ലാസ്സിലെ പുതിയ ICT പാഠപുസ്തകത്തിന്റെ ആദ്യഘട്ട പരിശീലനം ഇതുവരെ 9,924 അധ്യാപകർക്ക് കൈറ്റ് നൽകി. ജൂലൈ മാസം റോബോട്ടിക്സിൽ മാത്രമായി അധ്യാപകർക്ക് പരിശീലനം നൽകാനും കൂടുതൽ റോബോട്ടിക് കിറ്റുകൾ ആവശ്യമായ സംസ്ഥാന സിലബസ് പിന്തുടരാൻ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ഉൾപ്പെടെ അവ ലഭ്യമാക്കാനും കൈറ്റ് സംവിധാനം ഏർപ്പെടുത്തും. മനുഷ്യമുഖം തിരിച്ചറിയാനാകും. ഇതിനായുള്ള പരീക്ഷണം ഉൾപ്പെടെ നടത്തിയാണ് കുട്ടികൾക്കുള്ള പ്രായോഗിക പരിശീലനം. സംസ്ഥാനത്തെ 4.3 ലക്ഷം കുട്ടികൾക്ക് റോബോട്ടിക് സാങ്കേതികവിദ്യ പഠിക്കാനും പ്രായോഗിക പരീക്ഷണങ്ങൾക്കും അവസരമൊരുക്കുന്നതാണ് പാഠ്യപദ്ധതി. ICT പാഠപുസ്തകത്തിന്റെ 1ാം വാല്യത്തിലാണ് റോബോട്ടുകളുടെ ലോകം എന്ന പേരിലുള്ള അധ്യായം. ഇത് പഠിപ്പിക്കാൻ വേനൽ അവധിക്കാലങ്ങളിൽ 9,924 അധ്യാപകർക്ക് പരിശീലനം നൽകി. രാജ്യത്താദ്യമായി 7ാം ക്ലാസ് മുതലാണ് സ്കൂൾ കുട്ടികൾക്ക് നിർമ്മിത ബുദ്ധി പഠിക്കാനുള്ള അവസരം ഒരുക്കിയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ കൈറ്റ് വഴി 29,000 റോബോട്ടിക് കിറ്റുകൾ വിതരണം ചെയ്തു കഴിഞ്ഞു. സംസ്ഥാന സിലബസ് പിന്തുടരുന്ന അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഉൾപ്പെടെ റോബോട്ടിക്സിനുള്ള പഠന സാമഗ്രികൾ ലഭ്യമാക്കുമെന്നും കൈറ്റ് CEO K. അൻവർ സാദത്ത് പറഞ്ഞു.